കാർബോണിക് ആസിഡും അതിലെടുത്തിട്ടുള്ള ആൽക്കലിയും തമ്മിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും. നമ്മൾ അവിടെ എടുത്തിട്ടുള്ള ആൽക്കലി ഏതാണെന്ന് നിങ്ങൾക്ക് പറയുന്നുണ്ടാവില്ല. ഞാൻ എടുത്തിട്ടുള്ള ആൽക്കലി സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. കേട്ടിട്ടുണ്ടോ? സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഞാൻ ആ ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. പക്ഷേ സോഡിയം ഹൈഡ്രോക്സൈഡ് ആ വെള്ളത്തിൽ എടുത്താൽ അതിന് നിറമൊന്നും ഉണ്ടാവില്ല. നമ്മളെ പച്ചവെള്ളം പോലെ കളർലെസ് ആയിട്ട് ആയിട്ടുണ്ടായിരിക്കാം. അതിന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു സംഭവം ചേർത്തിട്ടുണ്ട്. എന്തായിരിക്കും അതിന്റെ പേര്? ഫിനോഫ്തലിൻ എന്നൊരാൾ പറഞ്ഞു. ഫിനോഫ്തലിൻ ചേർത്താൽ കിട്ടുന്ന നിറം കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിങ്ക് കളറാണ്. അപ്പൊ അത് ഫിനോഫ്തലിൻ ആയിരിക്കുമോ? ഫിനോഫ്തലിൻ ആണെങ്കിൽ അതിന്റെ കളർ പിങ്ക് ആയിരിക്കണമായിരുന്നു. ഒരു വയലറ്റ് കളറാണ് കിട്ടിയത്. അത് നമ്മൾ എടുത്തത് എന്താണ്? അയോഡിൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അയോഡിൻ അല്ല. നമ്മൾ എടുത്തത് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ, സാർവിക സൂചകം. അഥവാ നമുക്ക് ഏത് pH വാല്യൂലുള്ള ആൽക്കലി ആയിക്കോട്ടെ ആസിഡ് ആയിക്കോട്ടെ അത് തിരിച്ചറിയാൻ, അതിന്റെ ആ ഒരു തീവ്രത തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സാർവിക സൂചകം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് സാർവിക സൂചകം അഥവാ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. ഞാൻ ആദ്യം ചെയ്തത് ആ കുപ്പിയിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഉണ്ടാക്കി. അതിലേക്ക് ഞാനൊരു 4-5 തുള്ളി ഈ ഒരു യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഇട്ടിച്ചു. അപ്പോഴാണ് അതിന് എന്ത് കിട്ടിയത്? വയലറ്റ് കളർ കിട്ടിയത്. അപ്പോൾ അതിന്റെ pH എത്രയായിരിക്കും? ഇതിൽ നോക്കിയാൽ മതി. ഇതിൽ pHന്റെ വാല്യൂ പല കളറിൽ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ പല കളറുകൾ ഉണ്ടാവും. ചുവപ്പ്, ഓറഞ്ച്, പച്ച, മഞ്ഞ, നീല, വയലറ്റ്, ഒരുപാട് കളറുകൾ ഉണ്ട്. ഇതിൽ നിങ്ങൾ നോക്കൂ. ഇവിടെ വയലറ്റ് കളർ നമ്മൾ എടുത്ത വെള്ളത്തിന്റെ കളറിൽ കൊടുത്ത നമ്പർ എത്രയാ? എത്രയാണ്? 8 ആണെന്ന് പറയുന്നുണ്ട്. ഒന്ന് നോക്കിക്കോളൂ. എല്ലാവർക്കും നോക്കാം. എത്രയാ? ഒരു 8, 9 ആ ഒരു ലെവലല്ലേ? 8, 9, 10 ആ ലെവലല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെയുള്ള pH, നമ്മൾ എടുത്ത ലായനിയുടെ pH എത്രയും മുകളിലാണ്? 7ന്റെ മുകളിലാണ്. 7ന് മുകളിലാണ്. 7ന് മുകളിലുള്ളത് എന്ത് സ്വഭാവമുള്ളതാ? ആൽക്കലി സ്വഭാവമുള്ളതാണ്. അപ്പൊ ആൽക്കലി സ്വഭാവമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മൾ എടുത്തത്. അത് നമ്മൾ ഊതിയപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ ലയിച്ചു, കാർബോണിക് ആസിഡ് ഉണ്ടായി. കാർബോണിക് ആസിഡ് അതിന്റെ നിറം മാറ്റി. കാർബോണിക് ആസിഡിന്റെ നിറം നിങ്ങൾ ഊതിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിറം ഇതിൽ കൊടുക്കുന്നുണ്ടാവും. ഏതാണ്? ഏകദേശം നോക്കൂ. നിങ്ങൾ ഊതിയപ്പോൾ കിട്ടിയ ആ ഒരു വാട്ടറിന്റെ നിറം ഏകദേശം 6 കാണുന്നുണ്ടോ? 4, 5, 6 4ന്റെയും 5ന്റെയും 6ന്റെയും ഇടയിലുള്ള ഒരു കളറാണ് അല്ലെ? അപ്പൊ അതെന്ത് സ്വഭാവമായിരിക്കും അതിനുണ്ടായിരിക്കുക? അസിഡിക് സ്വഭാവമായിരിക്കും. pH 7 കുറയുമ്പോൾ അസിഡിക് ആയിരിക്കും. അവിടെ അസിഡിക് കിട്ടാനുള്ള കാരണം എന്താ? നിങ്ങൾ ഊതുമ്പോൾ കാർബോണിക് ആസിഡാണ് അതിലേക്ക് പോയത്. അപ്പൊ അത് എന്ത് സ്വഭാവമുള്ളതായിരിക്കും? അസിഡിക് സ്വഭാവമുള്ളതായിരിക്കും. മനസ്സിലായല്ലോ? ഇനി ഞാൻ എന്ത് ചെയ്യാം? നമ്മൾ ഊതിയിട്ടുള്ള ആ വെള്ളല്ലേ, അതിലേക്ക് ഞാൻ മറ്റൊരു സൂത്രം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഊതിയിട്ടുള്ള ഒരാളുടെ വെള്ളം എടുത്ത് ഇടുക. വേഗം ആ വെള്ളം എടുത്തോ. ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുകയാണ്. അസറ്റിക് ആസിഡ് ഒഴിക്കുകയാണ്. പൊന്നിച്ചു. ഇതിലേക്ക് ഞാൻ വിനാഗിരി ഒഴിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കൂ. ഇതിന് കളർ എന്തായി? മഞ്ഞ നിറമായി മാറി അല്ലേ? മഞ്ഞ നിറമായി മാറി. അപ്പൊ ഇതിന്റെ അസിഡിസിറ്റി എന്തായിട്ടുണ്ടാവും? അസിഡിക് സ്വഭാവം കൂടിയിട്ടുണ്ടാവും. കാരണം എന്താ? നമ്മൾ ഒഴിച്ചത് വിനാഗിരിയാണ്. വിനാഗിരി എന്നുള്ളത് ഒരു ആസിഡാണ്. ഇനി ഇതിന്റെ pH വാല്യൂ നിങ്ങൾ നോക്കൂ. ഇതിന് വാല്യൂ ഉണ്ട്. ഓക്കെ, pH വാല്യൂ 3 ആണെന്ന് പറയുന്നുണ്ട്. ഇതില് കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, ഇതില് ഒരുപാട് കളർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ട പോലെ അതിൽ 3 ആണ് ഏകദേശം ഇതിന്റെ കളറായിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ വാല്യൂ എന്നുള്ളത് 3ലേക്ക് ചുരുങ്ങി. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് പോലുള്ള കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ഒക്കെ വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതിന്റെ വാല്യൂ ചിലപ്പോൾ 0ലേക്കൊക്കെ എത്തും, അല്ലെങ്കിൽ 1ലേക്കൊക്കെ എത്തും. അങ്ങനെ അതിന്റെ അസിഡിറ്റി കൂടുതലായിട്ട് നമുക്കറിയാം. അപ്പൊ ഈ ഒരു പരീക്ഷണത്തിലൂടെ നിങ്ങൾ ഈ ഒരു ഊതി നിറം മാറ്റിയ ഈ ഒരു പരീക്ഷണത്തിലൂടെ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി? നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആ വെള്ളത്തിൽ ഡിസോൾവ് ആയത്. കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ആയപ്പോൾ കാർബോണിക് ആസിഡ് ഉണ്ടായി. കാർബോണിക് ആസിഡ് ആണ് അതിന്റെ നിറം മാറ്റിയത്. കാർബോണിക് ആസിഡ് എന്ത് ചെയ്തു? ആ ഒരു സൊല്യൂഷന് ന്യൂട്രലൈസേഷൻ നടന്നു. അവിടെ ആസിഡും ആൽക്കലിയും തമ്മിൽ റിയാക്ട് ചെയ്തു. ന്യൂട്രലൈസേഷൻ മാർഗം, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ വഴി എന്തുണ്ടായി? വാട്ടർ ആൻഡ് എന്തുണ്ടാവും? സാൾട്ട് ഉണ്ടാവും. ജലവും ലവണും ഉണ്ടാവും. ആ ജലവും ലവണും ഉണ്ടായി. അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ വിനാഗിരി ഒഴിച്ചപ്പോൾ അതിന്റെ അസിഡിറ്റി കൂടി. അപ്പൊ ഒരുപാട് ആശയങ്ങൾ നമുക്ക് ഇതിലൂടെ പഠിക്കാൻ പറ്റും. ആസിഡ്, ആൽക്കലി, അതുപോലെ തന്നെ ന്യൂട്രലൈസേഷൻ,
പി എച്ച് വാല്യൂ, അതുപോലെ ന്യൂട്രലൈസേഷൻ വഴി ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, അതുപോലെ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചെറിയ പരീക്ഷണത്തിലൂടെ ഒരുപാട് ആശയങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്തപ്പോൾ നിങ്ങളൊരു മാജിക് പോലെ ചെയ്തു, ഊതിക്കൊണ്ട് ദിനം മാറ്റി. ഒരു ചെറിയ മാജിക്കിലാണെങ്കിലും അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും.